Next is module 2 time response analysis ആണ്. Then some control system components കൂടെ പഠിക്കാനുണ്ട്. സിമ്പിൾ മൊഡ്യൂളാണ്. അപ്പം ഫസ്റ്റ് ടൈം റെസ്പോൺസ് അനാലിസിസ് ആണ്. ഓൾറെഡി നമ്മൾ ട്രാൻസ്ഫർ ഫംഗ്ഷനൊക്കെ ഡിറൈവ് ചെയ്യുന്ന മെത്തേഡ്സ് എല്ലാം ഫസ്റ്റ് മൊഡ്യൂളിൽ കഴിഞ്ഞു. ദെൻ സി ഓഫ് എസ് ബൈ ആർ ഓഫ് എസ് എന്ന് പറയുന്നതാണ് ജനറൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ. ദറ്റ് ഈസ് ജി എസ് ബൈ 1 പ്ലസ് ജി എസ് എച്ച് എസ്. ഇതിൽ 1 പ്ലസ് ജി എസ് ഇൻറ്റു എച്ച് എസ് ഈക്വൽ ടു 0 ചെയ്യുമ്പോഴാണ് ഇത് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ആവുന്നതെന്ന് പറഞ്ഞു. ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പോർട്ടൻസ് എന്താ, ഇറ്റ് ഡിറ്റർമൈൻസ് ദ ക്യാരക്ടർ ഓഫ് ദ സിസ്റ്റം. അതായത് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ 1 പ്ലസ് ജി എസ് എച്ച് എസ് ഈക്വൽ ടു 0 ആണ്. അതിൻ്റെ റൂട്ട്സിനെയാണ് പോൾസ് ഓഫ് ദ സിസ്റ്റം എന്ന് പറയുന്നതെന്ന് പറഞ്ഞു. പോൾസ് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നതെന്നനുസരിച്ചിട്ടാണ് സിസ്റ്റം സ്റ്റേബിൾ ആണോ അൺസ്റ്റേബിൾ ആണോ എന്നൊക്കെ പറയുന്നത്. സ്റ്റെബിലിറ്റിയാണ് ക്ലോസ് ലൂപ്പ് ആക്കുമ്പോൾ ഉള്ള ഒരു മേജർ പ്രോബ്ലം. സോ ഓപ്പൺ ലൂപ്പിൻ്റെയും ക്ലോസ് ലൂപ്പിൻ്റെയും ക്ലാസിഫിക്കേഷനിൽ ഡിഫറൻഷിയേഷൻ നമ്മൾ പറഞ്ഞാണ് എന്തൊക്കെയാണ് ഡിഫറൻസ് എന്ന്. സോ നമ്മൾ ടൈം റെസ്പോൺസ് എടുക്കുമ്പം ടൈം റെസ്പോൺസ് എന്ന് പറയുന്നത് ഇതിപ്പോൾ നമ്മൾ എസ് ഡൊമെയിനിലാണ് ട്രാൻസ്ഫർ ഫംഗ്ഷനൊക്കെ ലാപ്ലേസ് ഡൊമെയിനിലാണ് പറയുന്നത്. ടൈം ഡൊമെയിനിൽ നമ്മൾ ഫംഗ്ഷനായിട്ട് ടൈമിൻ്റെ ഫംഗ്ഷനായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് ടൈം ഡൊമെയിൻ സ്പെസിഫിക്കേഷൻസ് അല്ലെങ്കിൽ ടൈം റെസ്പോൺസ്. സി ഓഫ് ടി എന്ന് പറയും. റെസ്പോൺസ് എന്ന് പറയുന്ന ഔട്ട്പുട്ടാണ്. സോ സി ഓഫ് എസ് എന്നാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതിനെ ടൈം ഡൊമെയിനിലേക്ക്, അതായത് ലാപ്ലേസ് ഇൻവേഴ്സ് ഓഫ് സി ഓഫ് എസ്, ലാപ്ലേസ് ഇൻവേഴ്സ് ഓഫ് സി ഓഫ് എസിനെയാണ് സി ഓഫ് ടി എന്ന് പറയുന്നത്. അപ്പം നമ്മൾ എസ് ഡൊമെയിനിലുള്ളതാണ് സി ഓഫ് എസ് എന്നൊക്കെ പറയുന്ന ഔട്ട്പുട്ട് റെസ്പോൺസ്. അപ്പം നമ്മളതിനെ ടൈം ഡൊമെയിനിലേക്ക് ആക്കുകയാണ്. സി ഓഫ് ടി എന്ന് പറയുന്നത് ടൈം ഡൊമെയിനിലേക്ക് ആക്കണമെങ്കിൽ ലാപ്ലേസ് ഇൻവേഴ്സ് ഓഫ് സി ഓഫ് എസ് ചെയ്യണം. സോ നമ്മുടെ കയ്യിൽ ടൈം റെസ്പോൺസ് എടുക്കുമ്പോൾ കിട്ടുന്ന രണ്ട് കാര്യങ്ങളാണ് വെരി ഇമ്പോർട്ടൻറ്റ്: സ്റ്റഡി സ്റ്റേറ്റ് ആൻഡ് ട്രാൻഷ്യൻറ്റ് റെസ്പോൺസ്. ട്രാൻഷ്യൻറ്റ് ആൻഡ് സ്റ്റഡി സ്റ്റേറ്റ് റെസ്പോൺസിൻ്റെ സമ്മാണ് ടോട്ടൽ റെസ്പോൺസ്, ടൈം റെസ്പോൺസ് ഓഫ് ദ സിസ്റ്റം എന്ന് പറയുന്നത്. ദെൻ അത് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ കുറച്ച് സ്റ്റാൻഡേർഡ് ടെസ്റ്റ് സിഗ്നൽസ് അറിയണം. ഓൾറെഡി നമ്മൾ സിഗ്നൽസ് ആൻഡ് സിസ്റ്റം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം എന്തായാലും ടെസ്റ്റ് ഇൻപുട്സ് പഠിച്ചിട്ടുണ്ടായിരിക്കും. ഇവിടെ ജസ്റ്റ് റിവ്യൂ ചെയ്ത് ഞാൻ സ്പീഡിൽ പോവുകയാണ്. ഇവിടെ നമുക്ക് സ്റ്റാൻഡേർഡ് ഇൻപുട്ട് സിഗ്നൽസ് എന്ന് പറയുന്നത് സ്റ്റെപ്പ്, റാമ്പ്, പരാബോള, ഇമ്പൾസ്, സിനുസോയിഡൽ, അങ്ങനെ കുറേ സിഗ്നൽസ് ഉണ്ട്. സ്റ്റാൻഡേർഡ് ടെസ്റ്റ് സിഗ്നൽസ് ആണെന്ന് ഇവരെ വിളിക്കുന്നത്. കാരണം നമ്മൾ നമ്മുടെ ഒരു സിസ്റ്റം, ഒരു കൺട്രോൾ സിസ്റ്റം ആണെങ്കിൽ അതിനെ ചെക്ക് ചെയ്യാൻ വേണ്ടി അപ്ലൈ ചെയ്യുന്ന സിഗ്നൽസാണ്, സ്റ്റാൻഡേർഡ് ഇൻപുട്സ് ആണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇമ്പൾസ്, സ്റ്റെപ്പ്, റാമ്പ്, പരാബോള ആൻഡ് സിനുസോയിഡൽ സിഗ്നൽ. ഇനി ഇതിനകത്ത് ഓരോന്നായിട്ട് പറഞ്ഞു പോവാം. സ്റ്റെപ്പ് സിഗ്നൽ എന്ന് പറയുന്നത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം. നമ്മൾ സ്റ്റെപ്പ് ഇൻപുട്ട് എന്ന് പറയുന്നത് റെപ്രസെൻ്റ് ചെയ്യുന്നത് യു ഓഫ് ടി എന്നാണ് നോർമലി റെപ്രസെൻ്റ് ചെയ്യുന്നത്. അത് സ്റ്റെപ്പ് ഇൻപുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. എന്താ, സിഗ്നൽ ഈസ് ഡെയർ എപ്പോഴാണ് ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0യിൽ ദർ ഇസ് എ വാല്യൂ, ദാറ്റ് ഈസ് ആർ ഓഫ് ടി ഈസ് ഈക്വൽ ടു, ആർ ഓഫ് ടി എന്നാണ് ഇവിടെ എല്ലാം റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. ഓരോ ടെക്സ്റ്റിലും ഓരോ രീതിയിലാണ്. ആർ ഓഫ് ടി ഈസ് ഈക്വൽ ടു 1 where t greater than or equal to 0 and 0 where t less than 0. that is t greater than or equal to 0 എന്ന് പറയുന്നത് ഈ ഒരു ടൈമാണ്. t 0 ആണ് ഈ ഒരു ഇൻസ്റ്റൻറ്റിൽ. ദെൻ അവിടുന്ന് അങ്ങോട്ട് t greater than 0 ആണ്. അപ്പോഴൊക്കെ സിഗ്നലിൻ്റെ വാല്യൂ ഈസ് 1. അതിനെയാണ് യൂണിറ്റ് സ്റ്റെപ്പ് ഇൻപുട്ട് എന്ന് പറയുന്നത്. സ്റ്റെപ്പ് എന്ന് പറയുമ്പം ഏത് വാല്യൂ ആണെങ്കിലും വരാം. ഇവിടെ 2 3 5 10 ഒക്കെ വരാം. യൂണിറ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വാല്യൂ എന്തായിരിക്കും? 1 ആയിരിക്കും. എ ഈസ് ഈക്വൽ ടു 1 ആയിരിക്കും. അതിനെയാണ് യൂണിറ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഇതിൻ്റെ ഡെഫിനേഷൻ പഠിച്ചോണം. ആർ ഓഫ് ടി ഈസ് ഈക്വൽ ടു 1 ഫോർ ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആൻഡ് 0 അതർവൈസ്. ടി ലെസ് ദാൻ 0യിൽ ഇതിന് വാല്യൂ ഇല്ല. അതാണ് യൂണിറ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ടി ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റിയിലേക്ക് പോയാലും ടി ഇൻഫിനിറ്റിയിലായാലും ദ വാല്യൂ ഇസ് ഇൻപുട്ട് ഇസ് ബൗണ്ടഡ്, ദറ്റ് ഈസ് 1 തന്നെയായിരിക്കും. ഒരു സ്റ്റേബിൾ ഇൻപുട്ടാണ് ഇതിന് കൊടുക്കുന്നത്. ദെൻ നമ്മൾ റാമ്പ് ഇൻപുട്ടിലേക്ക് പോവാണ്. റാമ്പ് എന്ന് പറയുന്നത് നമുക്കറിയാം. റാമ്പ് കെട്ടുക എന്ന് കേട്ടിട്ടില്ല. റാമ്പ് എങ്ങനെയാണ് ഇരിക്കുന്നത് കണ്ടില്ല? റാമ്പ് സിഗ്നൽ ഇതൊരു യൂണിറ്റ് റാമ്പ് ആവുന്ന. നമുക്ക് റാമ്പിൻ്റെ ഡെഫിനേഷൻ ഇങ്ങനെയാണ്: ആർ ഓഫ് ടി ഈസ് ഈക്വൽ ടു എ ടി വെയർ ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0യിൽ മാത്രമേ ഇതിന് വാല്യൂ ഉള്ളൂ. ടി ലെസ് ദാൻ 0യിൽ 0 ആണ്. ആർ ഓഫ് ടി ഈസ് ഈക്വൽ ടു എ ടി എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഇപ്പോൾ ടിയുടെ വാല്യൂ 1 ആണെങ്കിൽ എ ഇൻറ്റു ടി ആയിരിക്കും ഔട്ട്പുട്ട്. എ ഇൻറ്റു 1
ടിയുടെ വാല്യൂ 2 ആണെങ്കിൽ എ ഇൻറ്റു ടി, ദാറ്റ് ഈസ് 2a. അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ നമ്മളിത് യൂണിറ്റ് റാമ്പ് ആണെങ്കിൽ, യൂണിറ്റ് റാമ്പ് എന്ന് പറയുമ്പോൾ എന്ത് വരും? ആർ ഓഫ് ടി ഈസ് ഈക്വൽ ടു ടി എന്നാണ് കിട്ടുന്നത്. ആർ ഓഫ് ടി ഈസ് ഈക്വൽ ടു ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആകുമ്പം ആർ ഓഫ് ടിയുടെ വാല്യൂ 1, ടി 2 ആകുമ്പം ആർ ഓഫ് ടിയുടെ വാല്യൂ 2. അതിനാണ് യൂണിറ്റ് റാമ്പ് എന്ന് പറയുന്നത്. യൂണിറ്റി ആയിരിക്കും അതിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് പരാബോളിക് സിഗ്നൽ. പരാബോളിക് സിഗ്നൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരാബോളിക് ഷേപ്പിലാണ്. നോക്ക്, പരാബോളിക് ആയിട്ടായിരിക്കുന്നത്. ആർ ഓഫ് ടി ഈസ് ഈക്വൽ ടു ഹാഫ് എ ടി സ്ക്വയർ എന്നാണ് അതിൻ്റെ ഇക്വേഷൻ. വേർ ടി ഗ്രേറ്റർ ദാൻ ഈക്വൽ 0, ഫോർ ടി ലെസ് ദാൻ 0 ആർ ഓഫ് ടി ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഹാഫ് എ ടി സ്ക്വയർ എന്നാണ് റെപ്രസെൻറ്റേഷൻ. നമുക്കറിയാം, അതിനകത്ത് നിങ്ങൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ടിക്ക് 1, 2, 3 വാല്യൂ കൊടുക്കുമ്പം പരാബോളിക് ആയിട്ടായിരിക്കും എക്സ്പ്രഷൻ കിട്ടുന്നത്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ് ഇവിടെ നോട്ട് ചെയ്തിരിക്കുന്നത്. ഇൻ്റഗ്രൽ ഓഫ് സ്റ്റെപ്പ് സിഗ്നൽ ഇസ് റാമ്പ്. ഇൻ്റഗ്രൽ ഓഫ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താ? യൂണിറ്റിയാണ്, 1 ആണ്. അപ്പം ഇൻ്റഗ്രൽ ഓഫ് യൂണിറ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നതാണ് റാമ്പ്. അതായത് ഇൻ്റഗ്രൽ ഓഫ് യൂണിറ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്ത് കിട്ടും? ഈസ് റാമ്പ്. ഇൻ്റഗ്രൽ ഓഫ് 1 dt എന്ന് പറയുന്നത് ടി ആണ്. ദെൻ ഇൻ്റഗ്രൽ ഓഫ് റാമ്പ്, ഇൻ്റഗ്രൽ ഓഫ് ദിസ് സിഗ്നൽ. റാമ്പ് എന്ന് പറയുന്നത് എന്താണ്? യൂണിറ്റ് റാമ്പ് എന്ന് പറഞ്ഞാൽ ടി ആണ്. അപ്പോൾ ഇൻ്റഗ്രൽ ഓഫ് ടി ഡി ടി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? t²/2, അതായത് ഹാഫ് ടി സ്ക്വയർ. അപ്പോൾ എന്ത് കിട്ടും? യൂണിറ്റ് പരാബോള. ക്ലിയർ ആയോ? ഇൻ്റഗ്രൽ ഓഫ് സ്റ്റെപ്പ് ഇൻപുട്ട് u ഓഫ് ടി, ഇൻ്റഗ്രൽ ഓഫ് യൂണിറ്റ് സ്റ്റെപ്പ് റാമ്പ്, യൂണിറ്റ് പരാബോള. ഇൻ്റഗ്രൽ ഓഫ് റാമ്പ് എന്ന് പറയുന്നത് എന്താ? പരാബോളിക് സിഗ്നൽ. അങ്ങനെയാണ് പോകുന്നത്. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇമ്പൾസ് സിഗ്നലാണ്. ഇമ്പൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാം, ഒരു ഷോർട്ട് ഡ്യൂറേഷൻ ഓഫ് ടൈമിൽ ഒരു ഹൈ വാല്യൂ, അതാണ് ഇമ്പൾസ് എന്ന് പറയുന്ന വേർഡിൻ്റെ മീനിങ്. ദറ്റ് ഈസ് നമ്മുടെ കയ്യിൽ ടി ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റൻറ്റിൽ ഒരു ഹൈ വാല്യൂ, ഒരു ഇൻഫിനിറ്റ് വാല്യൂ ഉണ്ട്. ഒരു ഇമ്പൾസ് ഫോഴ്സ് എന്നൊക്കെ പറയില്ലേ, അതാണ് ഒരു പർട്ടിക്കുലർ ഒരു ഷോർട്ട് ഡ്യൂറേഷൻ ഓഫ് ടൈമിൽ ഒരു ഹൈ ഇൻപുട്ട്, അതിനാണ് ഇമ്പൾസ് ഇൻപുട്ട് എന്ന് പറയുന്നത്. ഇമ്പൾസ് സിഗ്നലാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ദറ്റ് ഈസ് നോർമലി del of t എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. del of t is equal to infinity where t equal to 0 and equal to 0 t not equal to 0. അതായത് t equal to 0യിൽ മാത്രം ഹൈ വാല്യൂ ഉള്ളൂ, ബാക്കി എല്ലാ വാല്യൂ ടൈമിലും ഇറ്റ് ഈസ് 0. അല്ലെങ്കിൽ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം, ഇൻറ്റഗ്രൽ -∞ to infinity del of t dt is equal to a. അത് ഈ എക്സ്പ്രഷൻ, ഈ ഒരു ഫിഗറിൽ നിന്നാണ് അങ്ങനെ വരുന്നത്. അപ്പം ഇത് നമ്മൾ ഷുവറായിട്ടും പഠിച്ചിരിക്കേണ്ട സ്റ്റാൻഡേർഡ് ടെസ്റ്റ് സിഗ്നൽസ് ആണ്. സ്റ്റാൻഡേർഡ് ടെസ്റ്റ് സിഗ്നൽസ് സ്റ്റെപ്പുണ്ട്. സ്റ്റെപ്പിൻ്റെ ടൈം ഡൊമെയിൻ ഇക്വേഷൻ ആർ ഓഫ് ടി ഈക്വൽ ടു എ എന്നാണ്. യൂണിറ്റ് സ്റ്റെപ്പ് ആകുമ്പം എ ഈക്വൽ ടു 1 ആവും. സോ റാമ്പ് എന്ന് പറയുമ്പോൾ എന്താ? സ്റ്റെപ്പിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോഴാണ് റാമ്പ് കിട്ടുന്നത്. ദാറ്റ് ഇസ് എ ഇൻറ്റു ടി. യൂണിറ്റ് റാമ്പ് ആണെങ്കിൽ എ ഈക്വൽ ടു 1. പരാബോള എന്ന് പറയുന്നത് റാമ്പിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോഴാണ്, സ്റ്റെപ്പിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോഴാണ് റാമ്പ്, റാമ്പിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോഴാണ് പരാബോള. അപ്പോൾ പരാബോള എന്ന് പറഞ്ഞാൽ ഹാഫ് എ ടി സ്ക്വയർ. അപ്പോൾ എ ഈക്വൽ ടു 1 ആണെങ്കിൽ യൂണിറ്റ് പരാബോള. ദെൻ del of t എന്ന് പറയുന്നതാണ് ഇമ്പൾസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. del of t is equal to del of 0 is equal to 1. അതാണ് യൂണിറ്റ് ഇമ്പൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ എല്ലാ ലാപ്ലേസും പഠിച്ചു വയ്ക്കുക. സ്റ്റെപ്പിന് 1ന് 1/s, 1ന് 1/s, ടിക്ക് 1/s², t²/2ന് 1/s³. ഇമ്പൾസിൻ്റെ ഇത് പഠിച്ചു വയ്ക്കുക. ഇമ്പൾസിൻ്റെ ഏത് ട്രാൻസ്ഫോം ആയാലും ലാപ്ലേസ് ഓഫ് ഏത് ട്രാൻസ്ഫോം എടുത്താലും 1 ആണ് കിട്ടുന്നത്. ഇറ്റ് മീൻസ് ഇൻഫിനിറ്റ് ഫ്രീക്വൻസീസ് ക്യാരി ചെയ്യുന്നു എന്നാണ് ഇമ്പൾസിൻ്റെ മീനിങ്. ദെൻ ഇമ്പൾസ് റെസ്പോൺസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇമ്പൾസ് റെസ്പോൺസ് എങ്ങനെ ഇമ്പോർട്ടൻ്റ് ആവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഏതൊരു സിസ്റ്റത്തിൻ്റെയും നമ്മളൊരു g(s) എന്ന് പറയുന്നൊരു ബ്ലോക്ക് എടുക്കുന്നു, ഒരു g(s) എന്ന് പറയുന്നൊരു സിസ്റ്റം എടുക്കുന്നു, ഏതോ ഒരു സിസ്റ്റം. ഈ സിസ്റ്റത്തിൻ്റെ ഇൻപുട്ടിനെ നമ്മൾ ആർ ഓഫ് ടി അല്ലെങ്കിൽ ഇപ്പോൾ ടൈം ഡൊമൈൻ ആയതുകൊണ്ട് ഞാൻ c of t, r of t എന്നൊക്കെ വിളിക്കുന്നത്, അല്ലെങ്കിൽ r of s and c of s എന്ന് നമുക്ക് എഴുതാം, r of s, c of s എന്ന് എഴുതാം. അപ്പോൾ നമ്മൾ ഈ കൊടുക്കുന്ന ഇൻപുട്ട്, ഇതാണല്ലോ നമ്മളിപ്പോൾ പറഞ്ഞ കുറേ ഇൻപുട്ട്സ്, ഏത് ഇൻപുട്ട് വേണമെങ്കിലും കൊടുക്കാം. ടെസ്റ്റ് സിഗ്നൽ, സ്റ്റെപ്പ്, റാമ്പ്, പരാബോള, ഇമ്പൾസ്, ഏത് വേണമെങ്കിലും ആവാം. ഇമ്പൾസ് റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, റെസ്പോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഔട്ട്പുട്ടാണ്. c of t ആണ് നമ്മൾ റെസ്പോൺസ് എന്ന് വിളിക്കുന്നത്. ഇമ്പൾസ് റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ എന്താ?
ആർ ഓഫ് ടി ഈസ് ഈക്വൽ ടു എന്താവും ഡെൽ ഓഫ് ടി ആവും. ദാറ്റ് ഈസ് ഇമ്പൾസ് ഇൻപുട്ട് കൊടുക്കുമ്പോൾ ഉള്ള റെസ്പോൺസിനെയാണ് ഇമ്പൾസ് റെസ്പോൺസ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഒരു സിസ്റ്റം ഉണ്ട്, ഈ സിസ്റ്റത്തിലേക്ക് കൊടുക്കുന്നത് ഇമ്പൾസ് ആണെങ്കിൽ കിട്ടുന്ന റെസ്പോൺസിനെയാണ് നമ്മൾ ഇമ്പൾസ് റെസ്പോൺസ് എന്ന് വിളിക്കുന്നത്. ഈ സി ഓഫ് ടി വിളിക്കുന്ന പേരാണ് ഇമ്പൾസ് റെസ്പോൺസ്. അപ്പം ഇമ്പൾസ് റെസ്പോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ കിട്ടും? ഞാൻ പറഞ്ഞതാണ്, സി ഓഫ് എസ് ബൈ ആർ ഓഫ് എസ് ആണ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ. സോ നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഔട്ട്പുട്ട് സി ഓഫ് എസ് ഡിവൈഡഡ് ബൈ ആർ ഓഫ് എസ് എന്ന് പറയുന്നത് എന്താ? ഇമ്പൾസാണ്. ഇമ്പൾസ് ഇൻപുട്ടിൻ്റെ ലാപ്ലേസ് എന്ന് പറയുന്നത് 1 ആണ്. ഇറ്റ് മീൻസ് സി ഓഫ് എസ് തന്നെ കിട്ടും. ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഓഫ് ദ സിസ്റ്റം ദാറ്റ് ഈസ് സി എസ് ബൈ ആർ എസ് ഈസ് ഔട്ട്പുട്ട് റെസ്പോൺസ് ഇറ്റ് സെൽഫ്. ഇറ്റ് മീൻസ് ഒരു സിസ്റ്റത്തിൻ്റെ ഇൻപുൾസ് കൊടുക്കുമ്പോൾ കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് സിസ്റ്റം തന്നെയാണ്. അതാണ് ഇമ്പൾസ് റെസ്പോൺസിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ദെൻ ഓർഡർ ഓഫ് എ സിസ്റ്റം, ടൈപ്പ് ആൻഡ് ഓർഡർ എന്ന് പറയുന്ന കാര്യം നമ്മൾ പറഞ്ഞിരുന്നു. ടൈപ്പ് നമ്പർ ആൻഡ് ഓർഡർ ഓഫ് ദ സിസ്റ്റം എന്ന് പറയുന്നത്, ഓർഡർ ഓഫ് ദ സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്? ഓർഡർ ഓഫ് ദ സിസ്റ്റം ഒരു ഇപ്പം ന്യൂമറേറ്റർ ബൈ ഡിനോമിനേറ്റർ എന്നുള്ള ഫോമിൽ നമ്മൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എഴുതി കഴിഞ്ഞാൽ ഈ ഡിനോമിനേറ്റർ പോളിനോമിയലിൻ്റെ റൂട്ട്സിനെ പോൾസ് എന്ന് പറയും. ന്യൂമറേറ്റർ പോളിനോമിയൽ പി ഓഫ് എസ് ഉണ്ട്. ഇപ്പോൾ ഡിനോമിനേറ്റർ പോളിനോമിയലിൻ്റെ ഹയസ്റ്റ് പവറിനെയാണ് നമ്മൾ ഓർഡർ ഓഫ് ദ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പം ഈ ഇവിടെ നോക്കിക്കേ, 0 ബൈ പോൾ എന്നുള്ള കൺസെപ്റ്റ് ഞാൻ പറഞ്ഞു തന്നിരുന്നു നിങ്ങൾക്ക്. അപ്പോൾ ഡിനോമിനേറ്റർ പോളിനോമിയലിൻ്റെ റൂട്ട്സിനെയാണ് പോൾസ് എന്ന് പറയുന്നത്. വിച്ച് ഈസ് ഈക്വൽ ടു 0 ചെയ്യുമ്പോഴാണ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ആവുന്നത്. അതാണ് ആ സിസ്റ്റത്തിൻ്റെ ക്യാരക്ടർ തീരുമാനിക്കുന്നതെന്നൊക്കെ പറഞ്ഞിരുന്നു. ദെൻ ഇപ്പം നമുക്ക് ഇവിടെ ടൈപ്പ് നമ്പർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. അതായത് ഇപ്പം നമുക്ക് കിട്ടുന്ന ഒരു ട്രാൻസ്ഫർ ഫംഗ്ഷൻ എഴുതാണ് 1 ബൈ എസ് ഇൻറ്റു എസ് പ്ലസ് 2 ഇൻറ്റു എസ് പ്ലസ് 3 എന്ന് എഴുതിയാൽ എസ് ഇസ് ഈക്വൽ ടു 0-ൽ പോള്, -2-ൽ പോള്, -3-ൽ പോൾ എന്നാണ് അതിൻ്റെ മീനിങ്. അപ്പം ഈ സിസ്റ്റം നോക്കിയാൽ ഇതിൻ്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ എത്ര? എസിൻ്റെ പവർ, ഹയസ്റ്റ് പവർ എത്ര? എസ് ഇൻറ്റു എസ് എന്ന് വരും. ദാറ്റ് ഈസ് ഓർഡർ ഓഫ് ദ സിസ്റ്റം ഈസ് 3 ആൻഡ് ടൈപ്പ് നമ്പർ ഈസ് ഏതാണെന്നറിയാമോ? എസ് ഇസ് ഈക്വൽ ടു 0. ഒറിജിനൽ ഉള്ള പോൾസിൻ്റെ എണ്ണമാണ് ടൈപ്പ് എന്ന് പറയുന്നത്. ഇപ്പം ഇവിടെ എസിൻ്റെ ഒരു ടൈമേ ഉള്ളൂ. എസ് ഇൻറ്റു എസ് പ്ലസ് 2 ഇൻറ്റു എസ് പ്ലസ് 3 എന്ന് പറഞ്ഞാൽ എസ് ഇസ് ഈക്വൽ ടു 0-ൽ ഒരൊറ്റ പോളേ ഉള്ളൂ. ഇറ്റ് മീൻസ് ടൈപ്പ് നമ്പർ ഇസ് 1. ദെൻ ഇവിടെ എസ് സ്ക്വയർ ആയിരുന്നെങ്കിലോ? ഇവിടെ നമുക്ക് കിട്ടിയിരുന്നത് എസിൻ്റെ പവർ ഇവിടെ എസ് സ്ക്വയർ ആണെങ്കിൽ ടൈപ്പ് നമ്പർ ഇസ് 2. ക്ലിയർ ആയോ? അപ്പം എസിൻ്റെ ഫംഗ്ഷൻ ഒന്നുമില്ല, ഇവിടെ എസ് ഇല്ലായിരുന്നു. എസ് പ്ലസ് 2 ഇൻറ്റു എസ് പ്ലസ് 3 ആണെങ്കിൽ ഇറ്റ്സ് എ ടൈപ്പ് 0 സിസ്റ്റം. ഓക്കെ ആണല്ലോ.